ഹായ്, ഇന്നത്തെ നമ്മുടെ യാത്ര പുല്ലൂരാമ്പാറയുള്ള കുമ്പിടാൻ വാട്ടർഫാൾസ്, അതായത് നമ്മുടെ ഇരുവഴിഞ്ഞിപ്പുഴ ഒഴുകുന്ന കുമ്പിടാൻ വാട്ടർഫാൾസാണ്. ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് കുന്നമംഗലം, കോഴിക്കോടുള്ള കുന്നമംഗലത്ത് നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ 4 പേര് 2 ബൈക്കിലായിട്ട് കുന്നമംഗലത്ത് നിന്ന് തുടങ്ങി, കോഴിക്കോടുള്ള കുന്നമംഗലം തുടങ്ങിയിട്ട് കൊടുവള്ളി, ഓമശ്ശേരി. ഇതിപ്പോൾ ഞങ്ങൾ തിരുവമ്പാടി ജംഗ്ഷനിലെത്തി കേട്ടോ. തിരുവമ്പാടി ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് കിട്ടുക. അതായത് കോഴിക്കോട് ടൗണിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ട് സഹ്യപർവ്വതങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ തുടങ്ങും. അവിടുന്ന് തന്നെ 2 വഴി, ഇങ്ങോട്ട് എത്തിപ്പെടാൻ 2 വഴിയുണ്ട്. ഒന്ന് നിങ്ങൾ കാലിക്കറ്റിൽ നിന്ന് NIT മുക്കം റോഡ് പോയിട്ട് മണാശ്ശേരിയിൽ നിന്ന് തിരുവമ്പാടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരുവമ്പാടി ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുന്നയ്ക്കൽ കിട്ടും. പുന്നയ്ക്കലിൽ നിന്ന് പൊന്നാംകയം എത്തി പള്ളിപ്പടി റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡ് സൈഡിലായിട്ട് പാസ് ചെയ്യുന്ന വഴി ഒരു ചെറിയൊരു അരുവിയോ പുഴയോ ഇതിനെന്താ വിളിക്കുകയെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്തായാലും ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ സൈഡാക്കി, ഞങ്ങൾ ഷൂ ഒക്കെ റിമൂവ് ചെയ്തു. ഞങ്ങൾ 4 പേരും അതിലൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആൻഡ് ഐഡിയ വാസ് നോട്ട് എ ബാഡ് ഐഡിയ. അവിടെ ഇറങ്ങിയ ഉടനെ തന്നെ ഭയങ്കര ഒരു ആംബിയൻസ് ആയിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അതിലെ പാസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു പുല്ലൂരാമ്പാറ എത്തുന്നതിൻ്റെ ഒരു 4 കിലോമീറ്റേഴ്സ് മുൻപാണ് ഈ ഒരു ചെറിയൊരു കുഞ്ഞു തോടോ പുഴയോ ഏതാണ്ടൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പം അത് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ പാസ് ചെയ്യുമ്പോൾ കിട്ടും. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നിങ്ങൾക്കും നല്ല പിക്ക് എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് അൺപ്രഡിക്റ്റബിളാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. മീൻസ് പെട്ടെന്ന് മഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പെട്ടെന്ന് മലവെള്ളം വരാനൊക്കെ ഉള്ള ചാൻസാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. എസ്പെഷ്യലി മൺസൂൺ സമയമാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ. ഞങ്ങൾ ജൂൺ മാസത്തിലാണ് ഈ യാത്ര. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കില്ലല്ലോ. അങ്ങനെ 4 കിലോമീറ്റേഴ്സ് നല്ല ഹെവി റെയിനിൽ തന്നെ ലാൻഡ് ചെയ്യാനുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കി പോകുകയാണെങ്കിൽ ഇതാ ഇങ്ങനൊരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെടുക. ഏതാണ്ട് നമുക്ക് വഴി തെറ്റുമെന്നൊക്കെ തോന്നും, പക്ഷേ അല്ല. ഇവിടെ നമ്മൾ ബൈക്ക് ഹോൾട്ട് ചെയ്യണം. കുറച്ച് ഒരു വീടിൻ്റെ മുൻപിലാണെന്ന് തോന്നും, പക്ഷേ അതിൻ്റെ സൈഡിലായിട്ടുള്ളൊരു സ്റ്റീപ്പായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഒരു 10-30 സ്റ്റെപ്പോളം താഴേക്കുണ്ട്. 30 ശരിക്കും കൗണ്ട് ചെയ്യില്ല, എന്നാലും ഏതാണ്ട് കുറച്ച് നല്ല സ്റ്റീപ്പായിട്ട് സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പാണ് നമ്മുടെ വാട്ടർഫോളിലേക്കുള്ള വഴി. ഓക്കെ, അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്ത് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയെങ്കിലും ഗൂഗിൾ ദേവി ഞങ്ങളെ പറ്റിച്ചൊന്നുമില്ല. കറക്റ്റ് സ്പോട്ടിൽ തന്നെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ വാട്ടർഫോളിലേക്കുള്ള വഴിയാണെന്ന് തോന്നില്ല, പക്ഷേ ഇത് തന്നെയാണ് വഴി. കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള സ്റ്റീപ്പായിട്ടുള്ള ഒരു വഴിയാണ്. സോ സ്ലിപ്പറിയാണ്, ശ്രദ്ധിക്കണം. ഞങ്ങൾ ഏതായാലും ഇറങ്ങി തിരിച്ചല്ലോ, ഒന്ന് കണ്ടിട്ട് പോകാം എന്നുള്ളൊരു ഇൻറ്റൻഷനിലായിരുന്നു. സോ റെയിൻകോട്ട് ക്യാരി ചെയ്യേണ്ടി വന്നു. അതിട്ടിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ജേർണി വാസ് വിത്ത് റെയിൻകോട്ട്. സോ ഒരുപാട് പിക്സ് എടുക്കാൻ പറ്റും. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വരാം. മാക്സിമം എൻജോയ് ചെയ്യാനുണ്ട്. ഒരു ടവലും എക്സ്ട്രാ ഡ്രസ്സും കയ്യിൽ കരുതുക. ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിയുന്നത് ഇവിടെ റെയിനി സീസൺ ഒഴിവാക്കുക. മൺസൂൺ ഡിസംബർ, നവംബർ ടു മെയ് പെർഫെക്റ്റ് ആണ്. ആൻഡ് റെയിൻകോട്ടുള്ള ഞങ്ങളുടെ യാത്ര ദേ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.